إن الحمد لله حمدا طيبا كثيرا مباركا فيه غافر الذنب قابل التوب سريع الحساب شديد العقاب نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلم تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله واللائي تخافون نشوزهن فعظوهن واهجروهن في المضاجع واضربوهن فإن أطعنكم فلا تبتغوا عليهن سبيلا إن الله كان عليا كبيرا സ്നേഹധന്യരായ വിശ്വാസികളെ വിശ്വാസിനികളെ, പരമകാരുണ്യകന്റെ വിധിവിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും യഥാവിധി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഇഹപര ജീവിതങ്ങൾ ധന്യമാക്കി തീർക്കുന്ന സാലിഹ്യങ്ങളിൽ ഉൾപ്പെടുവാൻ പരമാവധി പ്രയത്നിക്കണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അവൻ്റെ ഉത്തമ ദാസന്മാരായി ജീവിച്ചു മരിക്കുവാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇസ്ലാമിലെ വിവാഹവും അതുമായി കൊണ്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നാം സംസാരിച്ചു വന്നത്. ഏക സിവിൽ കോഡിനായി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇസ്ലാമിനെ അടിക്കാനായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഏതാനും ചില സാങ്കേതികതകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. വിവാഹമെന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം
ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും അവരുടെ മതത്തിലെ നിയമങ്ങൾക്കനുസരിച്ചുകൊണ്ട് നിർവഹിക്കാൻ കഴിയുന്ന രീതിയിൽ ഓരോരുത്തർക്കുമുള്ള സിവിൽ നിയമങ്ങൾ, വ്യക്തി നിയമങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഒരു മതത്തിലും വിശ്വസിക്കാത്ത, ഒരു മതത്തിൻ്റെ ആചാരപ്രകാരവും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാത്ത ആളുകൾക്ക് അതിന് സഹായിക്കുന്ന രീതിയിലുള്ള സ്പെഷ്യൽ മാരേജ് ആക്റ്റും നിലവിലുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഇതൊരു പ്രശ്നമാവേണ്ട ആവശ്യമേ ഇല്ല. ഒരു മുസ്ലിമായ മാതാപിതാക്കൾക്ക് ജനിച്ച ഒരു വ്യക്തിക്കും തോന്നുകയാണ് ഇസ്ലാമികമായ രീതികളും ആചാരങ്ങളുമൊന്നും ശരിയല്ല, അതുകൊണ്ടൊരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇസ്ലാം നിഷ്കർഷിക്കുന്ന രീതിയിലുള്ളതായ വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ല എന്ന് ഒരാൾ വിചാരിച്ചാലും അയാൾക്ക് നിയമപരമായി കൊണ്ട് തന്നെ വിവാഹം നിർവഹിക്കുന്നതിനുള്ള സ്പെഷ്യൽ മാരേജ് ആക്ട് നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അയാൾക്ക് അനുസരിച്ചുകൊണ്ട് വിവാഹം കഴിക്കാം. പിന്നീടുള്ള അയാളുടെ ജീവിതത്തിന് ബാധകമാകുന്നത്, അയാളുടെ മക്കളുടെ കാര്യത്തിൽ ബാധകമാകുന്നത്, അനന്തരാവകാശ സ്വത്തിൻ്റെ കാര്യത്തിൽ ബാധകമാകുന്നത് എല്ലാം ഈ സ്പെഷ്യൽ മാരേജ് അനുസരിച്ചു കൊണ്ടുള്ള നിയമങ്ങൾ മാത്രമായിരിക്കും. ഒരു മുസ്ലിം നാമധാരി, റെക്കോർഡിക്കലി മുസ്ലിം എന്നുള്ള രീതിയിൽ ശരിയാത്ത് അപ്ലിക്കേഷൻ ആക്ടിൻ്റെ യാതൊരു ഗുണവും പിന്നീട് അയാൾക്ക് ലഭിക്കുകയില്ല എന്ന് മാത്രം. ഏതായാലും ഏത് ആശയം അനുസരിച്ച് ജീവിക്കുന്നതായ ആളുകൾക്കും ഒരാശയത്തിനും വിധേയരാകാതെ ജീവിക്കുന്ന ആളുകൾക്കും ഇന്ത്യ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിവാഹം അടക്കമുള്ളതായ നിയമങ്ങൾ ജീവിതത്തിൽ പാലിക്കുക എന്നുള്ളതൊരു പ്രയാസമുള്ള കാര്യമല്ല എന്നാണ് നാം പറഞ്ഞു വച്ചത്. വിവാഹ വിഷയം സംസാരിക്കുമ്പോൾ ഏറ്റവും അധികം വിമർശന വിധേയമാകുന്നതായ കാര്യമാണ് പോളിഗമി എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. ചരിത്രത്തിൽ കഴിഞ്ഞുപോയ മഹാരഥന്മാരും പുണ്യപുരുഷന്മാരും പ്രവാചകന്മാരുമെല്ലാം ഒന്നിലധികം വിവാഹം കഴിച്ചിരുന്ന ഒരുപാട് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ, ഐതിഹ്യങ്ങൾ പരിശോധിച്ചാൽ, മതപ്രമാണങ്ങൾ പരിശോധിച്ചാൽ, വേദഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. യഥാർത്ഥത്തിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആധുനിക മനഃശാസ്ത്ര പഠനങ്ങൾ നടത്തിയവരായ ആളുകൾ വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞു വെച്ചിട്ടുള്ളതായ കാര്യമാണ്, പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രകൃതിപരമായി കൊണ്ട് തന്നെ ബഹുഭാര്യനാണ്, പോളിഗമി ആഗ്രഹിക്കുന്നവനാണ് എന്നുള്ളത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിലധികം വിവാഹം കഴിക്കുക എന്നുള്ളത് ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ആവശ്യമാവുന്ന സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്തുവാൻ പറ്റുന്ന ഒരു നിയമമായിക്കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഒന്നിലധികം വിവാഹം കഴിക്കാമെന്ന് പറയുന്ന വചനത്തെ തന്നെ പടച്ചതമ്പുരാൻ അവസാനിപ്പിക്കുന്നു. വൈൻ ഖിഫ്തും അല്ലാ തുഖ്സിതു ഫിൽ യതാമ ഫലൻകിഹു മാ താബ ലക്കും മിനൻ നിസാഇ മത്ന വസുലാസ വറുബാ. അനാഥകളുടെ വിഷയത്തിൽ നീതി പാലിക്കാനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലധികം 2, 3, 4 ഭാര്യമാരെ വരെ നിങ്ങൾക്ക് സ്വീകരിക്കാം.
നീതി പാലിക്കാൻ, നീതി കാണിക്കാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ ഭയപ്പെടുകയാണ് എങ്കിൽ ഒന്നിൽ പരിമിതപ്പെടുത്തുക. ഏക ഭാര്യത്വമാണ് നിങ്ങളപ്പോൾ സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഖുർആൻ. എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ജീവിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കേണ്ട ഒരുപാട് രംഗങ്ങളുണ്ടായേക്കാം. അവിടെ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുക എന്നത് മത നിയമത്തിന് പുറത്തായാൽ, മതത്തിന്റെ ചട്ടക്കൂട്ടിൽ ജീവിച്ചു വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അപ്രാപ്യമായിരിക്കും, അപ്രായോഗികമായിരിക്കും. താൻ വിവാഹം കഴിച്ച ഒരു പെണ്ണ്, അവളിലൂടെ എനിക്ക് സന്താനങ്ങളെ ലഭിക്കുന്നില്ല, ഹൈന്ദവ മതഗ്രന്ഥങ്ങൾ അനുസരിച്ചുകൊണ്ടാണെങ്കിൽ മനുസ്മൃതി പ്രകാരം ജീവിതം ക്രമീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എളുപ്പ. വന്ധ്യയായ പെണ്ണാണ് എങ്കിൽ 8 വർഷം വരെ കാത്തിരിക്കണം. വന്ധ്യ തന്നെയാണോ എന്ന് ഉറപ്പിക്കാനാവും. അത് കഴിഞ്ഞാൽ പിന്നെ അവളെ വിവാഹമോചനം ചെയ്യാമെന്നുള്ളതാണ് മനുസ്മൃതി പറയുന്നത്. അവളുടേതല്ലാത്ത ഒരു കുറ്റം, അവളുടേതല്ലാത്ത ഒരു തെറ്റ്, അത് കാരണത്താൽ ആ പെണ്ണ് വിവാഹമോചിതയാകുകയും പിന്നീട് ജീവിതകാലം മുഴുവനും വിവാഹം കഴിക്കാനില്ലാതെ, സംരക്ഷിക്കാൻ ഒരു ഭർത്താവില്ലാതെ, കുടുംബമില്ലാതെ ജീവിതകാലം, ശിഷ്ടകാലം ചിലവഴിക്കേണ്ടി വരികയും ചെയ്യുന്നൊരവസ്ഥ ഒരു ഭാഗത്ത് നിങ്ങൾ സങ്കല്പിക്കുക. സന്താനങ്ങളെ നൽകാത്ത എൻ്റെ ഭാര്യയെ നിലനിർത്തിക്കൊണ്ട് തന്നെ പടച്ച തമ്പുരാനിൽ തവക്കുലാക്കിക്കൊണ്ട് മതം അനുവദിക്കുന്നതായ മറ്റൊരു പെണ്ണിനെ ഞാൻ ഭാര്യയായിക്കൊണ്ട് സ്വീകരിക്കുന്നു. എനിക്കവളിൽ സന്താനങ്ങൾ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം, അത് പടച്ച തമ്പുരാന്റെ തീരുമാനമാണ്. പക്ഷേ എൻ്റെ കഴിവിൽപ്പെട്ട എനിക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, അതിനുവേണ്ടി എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാം. അതോടൊപ്പം ഞാൻ ആദ്യം വിവാഹം കഴിച്ച, പ്രസവിക്കാൻ സാധ്യതയില്ലാത്ത എൻ്റെ ഭാര്യയെ എൻ്റെ ഭാര്യയായി കൊണ്ട് തന്നെ നിലനിർത്തുകയും അവൾക്ക് വേണ്ടതായ അവകാശങ്ങളും അവൾക്ക് വേണ്ടതായ ഒത്താശകളും എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് അവളോടുള്ള കടമകൾ നിർവഹിച്ചുകൊണ്ട് അവളെ എൻ്റെ ഭാര്യയായി ജീവിതകാലം തീരുന്നത് വരെ, ജീവിതാന്ത്യം വരെ സംരക്ഷിക്കുകയും എൻ്റെ സ്വത്തുക്കളുടെ അവകാശം അവൾക്ക് ലഭിക്കുന്ന രീതിയിൽ നിയമാനുസൃതമായിക്കൊണ്ട് അവളെ ഭാര്യയായിക്കൊണ്ട് വെക്കുകയും മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അവളെയും എൻ്റെ നിയമാനുസൃതമായ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതിൽ ഏതാണ് നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കുന്നത്? പ്രസവിക്കുന്നില്ല എന്നുള്ള കാരണത്താൽ ഒരു പാവം പെൺകുട്ടിയെ ജീവിതത്തിൽ നിന്നും പറിച്ചെറിഞ്ഞ് ശിഷ്ടകാലം മുഴുവനും വിധവയായിക്കൊണ്ട് ജീവിക്കേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് അവളെ തള്ളിവിടലാണോ? അതല്ല അവളെ എൻ്റെ ഭാര്യയായിക്കൊണ്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കലാണോ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായിട്ടുള്ളത്? അവിടെയാണ് ഇസ്ലാം അതിനൊരവസരം നൽകുന്നത്. രണ്ടാമത് വിവാഹം കഴിക്കാൻ അവസരമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പെൺകുട്ടിയെ ഒഴിവാക്കിക്കൊണ്ട് വേറൊന്ന് കല്യാണം കഴിക്കുക എന്നല്ലാതെ വേറെ വഴിയില്ല, വേറെ മാർഗം അയാളുടെ മുമ്പിൽ ഉണ്ടായിരിക്കുകയില്ല. അവിടെയാണ് ഇസ്ലാം ആ ഒരു വിഷയത്തിൽ വ്യതിരക്തമാകുന്നതായിക്കൊണ്ട് നാം കാണുന്നത്. മറ്റൊരു ഘട്ടം നമുക്ക് പരിശോധിക്കാം. ഒരുപാട് വിധവകളുള്ള ഒരു സന്ദർഭം. ഒരേ ഒരു തവണ മാത്രം വിവാഹം കഴിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഒരു തവണ വിവാഹം കഴിച്ച് ഭർത്താവ് മരിച്ചുപോയ കുട്ടികളുള്ളതായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ 99% ആളുകളും തയ്യാറാവൂല. അവളുടേതല്ലാത്ത കാരണത്താൽ ജീവിതത്തിന്റെ ആ ചെറുപ്പത്തിൽ തന്നെ, യുവത്വത്തിൽ തന്നെ തന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടത് കാരണത്താൽ കുഞ്ഞുങ്ങളെയുമായിക്കൊണ്ട് ശിഷ്ടകാലം മുഴുവനും വിധവയായിക്കൊണ്ട് ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാൻ കഷ്ടപ്പെട്ടുകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് ഒരു പെണ്ണ് കഴിച്ചുകൂട്ടലാണോ? അതല്ല, നിലവിൽ ഭാര്യയുള്ള ഒരാൾക്ക് തന്നെ കഴിവുണ്ടെങ്കിൽ, സമ്പത്തുണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ, ഒരു പെണ്ണിനെ പോറ്റാൻ, ഒരു പെണ്ണിനെ കൂടി പോറ്റാനുള്ളതായ ആവതുണ്ടെങ്കിൽ ആ വിധവയെ കൂടി വിവാഹം കഴിക്കലാണോ യുക്തിക്ക് യോജിക്കുന്നത്? സാമൂഹികമായ ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ ആ വിഷയത്തിൽ ഉണ്ടാവാം. ഞാൻ വിവാഹം കഴിച്ച ഒരു പെൺകുട്ടി മാറാരോഗിയാണ്.
എന്റെ ലൈംഗികപരമായ ആവശ്യങ്ങൾ നിർവഹിക്കുവാനോ എനിക്ക് വേണ്ടിയുള്ളതായ എന്റെ കടമകൾ നിർവഹിക്കുവാനോ എന്നെ ശുശ്രൂഷിക്കുവാനോ കഴിയാതെ ശയ്യാവലംബിയായി കിടക്കുന്ന ഒരു പെൺകുട്ടിയായി എന്റെ ഭാര്യ മാറി എന്ന് വെക്കുക. റബ്ബിന്റെ തീരുമാനം. എന്റെ വൈകാരികതകൾ എനിക്ക് ശമിപ്പിക്കുവാനും എനിക്ക് വേണ്ടതായ ഒത്താശകൾ ചെയ്തു തരുവാനും എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ സ്വീകരിക്കണമെങ്കിൽ നിലവിലുള്ള എന്റെ ഭാര്യയെ ഞാൻ ഒഴിവാക്കണം. കാരണം ഒരൊറ്റ ഭാര്യയെ മാത്രമേ സ്വീകരിക്കാൻ എന്റെ മതം എന്നെ അനുവദിക്കുന്നുള്ളൂവെങ്കിൽ വയ്യാതെ കിടക്കുന്ന ശയ്യാവലംബിയായി കിടക്കുന്ന മാറാരോഗിയായ ഈ പെൺകുട്ടിയെ തീരാ ദുരിതക്കടലിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഞാൻ മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിച്ചുകൊണ്ട് സുഖിച്ച് ജീവിക്കലാണോ? അതല്ല, എന്നെ വിശ്വസിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച ആ പാവം പെൺകുട്ടി ശയ്യാവലംബിയായി കിടക്കുമ്പോഴും അവളെ ശുശ്രൂഷിച്ചുകൊണ്ട് അവൾക്ക് വേണ്ടതായ ഒത്താശകൾ ചെയ്തു കൊടുത്തുകൊണ്ട് എന്നാൽ എന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ മറ്റൊരു പെൺകുട്ടിയെ കൂടി കല്യാണം കഴിച്ചുകൊണ്ട് ആ മാറാരോഗിണിയായ പെണ്ണിനെ സംരക്ഷിക്കലാണോ? അവളെ തീരാ ദുഃഖത്തിലേക്ക് വലിച്ചെറിയലാണോ നിങ്ങളുടെ യുക്തിക്ക് യോജിക്കുന്നത്? ഇത് പടച്ച തമ്പുരാൻ ഉണ്ടാക്കിയ നിയമമാണ്. അവിടെ നമ്മൾ കാണുന്നതായ നമ്മുടെ മനുഷ്യന്റെ ആ ചെറിയ ബുദ്ധിക്ക് ഉള്ളിലൂടെ നോക്കിക്കാണുന്നതായ പലതും നമുക്ക് പെണ്ണിന് പീഡനങ്ങളും പ്രയാസങ്ങളുമായി തീരുന്ന ഒന്നായിക്കൊണ്ട് ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നേക്കാം. പക്ഷേ യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തി നോക്കുമ്പോ ഇസ്ലാം ഇതല്ലാത്ത മറ്റൊരു പരിഹാര മാർഗം ആർക്കാണ് നിശ്ചയിച്ചു തരാൻ കഴിയുക? പെൺകുട്ടികൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് യുദ്ധങ്ങൾ ഉണ്ടാവുമ്പോൾ മറ്റുള്ളതായ കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴൊക്കെ ലോകത്തെ ഏറ്റവും കൂടുതൽ മരണപ്പെടുക പുരുഷന്മാരായിരിക്കും സ്ത്രീകളെക്കാൾ. അവൾ വീട്ടിലിരിക്കുകയാണ്, പുറത്തേക്ക് അധ്വാനിക്കാൻ പോകുന്നതും പുറം ലോകത്തുള്ളതായ അപകടങ്ങളെ തരണം ചെയ്യുന്നതും റിസ്കി ആയിട്ടുള്ള അത്തരം ജോലികളിൽ ഏർപ്പെടുന്നതും അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം മരണം വരിക്കുന്നതും പുരുഷന്മാരായിരിക്കും. ഒരു യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും അധികം മരണപ്പെടുക പുരുഷന്മാരായിരിക്കും. അവിടെ സ്ത്രീകൾ അവിടെ കൂടുതലായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും അതിനൊരു പരിഹാരം? രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം തായ്ലൻഡിന്റെ വീടുകളുടെ ഉമ്മറപ്പടികളിൽ അവിടെയുള്ളതായ പെൺകുട്ടികൾക്ക് ബോർഡ് എഴുതി വെക്കേണ്ടി വന്നു, വി വാണ്ട് ആൻ ഈവനിംഗ് ഗസ്റ്റ്. വിവാഹം കഴിക്കാൻ പറ്റൂല, ആരും വരൂല, അതുകൊണ്ട് ഞങ്ങൾക്കൊരു അന്തിക്കൂട്ടുകാരനെ വേണം. ഈ ഒന്നിലധികം വിവാഹം കഴിക്കാൻ പറ്റുകയില്ല എന്ന് പറയുന്നവരായ ആളുകൾ തന്നെ വിവാഹാതര രതികളെയും അതിരുകളില്ലാത്ത ലൈംഗികതകളെയും പ്രോത്സാഹിപ്പിക്കുന്നവരും അതിൽ യാതൊരുവിധ തെറ്റുകളും കണ്ടെത്താത്തവരുമാണ് എന്നുള്ളതാണ് വസ്തുത. എന്റെ ലൈംഗിക വികാരങ്ങളെ മറ്റുള്ളതായ പെണ്ണുങ്ങളിൽ കൊണ്ടുപോയി ശമിപ്പിക്കുകയും അതിനവർക്ക് വേതനം കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ആ രീതിയിൽ കടന്നു പോവുകയാണോ? അതല്ല, ഞാൻ നിയമപരമായി കൊണ്ട് ഭാര്യയാക്കി സംരക്ഷിച്ച് എന്റെ കുഞ്ഞുങ്ങളുടെ അമ്മയായി ഞാൻ അവളെ സംരക്ഷിച്ചുകൊണ്ട് നിയമാനുസൃത ഭാര്യയാക്കി കൊണ്ടുവെക്കലാണോ ഒരു സാമൂഹിക ചുറ്റുപാടിന്റെ സുരക്ഷിതത്വത്തിന് നല്ലത്? ഫാദർലെസ് അമേരിക്ക എന്നുള്ള പുസ്തകമൊക്കെ രചിക്കപ്പെടുന്നതിന് കാരണമായി തീർന്നിട്ടുള്ളത് അല്ലെ, തന്തയില്ലാത്ത അമേരിക്ക എന്ന് പറഞ്ഞ ഒരു തലമുറ അച്ഛനാരെന്നറിയാതെ വളർന്നു വരുന്ന ഒരുപാട് സന്താനങ്ങൾ നിലകൊള്ളുന്ന ഒരു തലമുറയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആ രാജ്യങ്ങളൊക്കെ. കാരണം ഇതാ, ഇസ്ലാം അവിടെ പ്രായോഗികമായ രീതികളും നിയമങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വെച്ചു തരികയാണ്. ഇത്തരം സാമൂഹികമായ സാഹചര്യങ്ങളിൽ ആ പെൺകുട്ടിയെ ഏറ്റെടുക്കുവാനും തന്റെ ഭാര്യ നിലവിലിരിക്കെ തന്നെ തനിക്ക് കഴിവുണ്ടെങ്കിൽ മറ്റൊരുവളെ സ്വീകരിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കുവാൻ, അനാഥകളെ സംരക്ഷിക്കുവാൻ, വിധകളെ സംരക്ഷിക്കുവാൻ, പ്രയാസമുള്ളവരായ ആളുകളെ സംരക്ഷിക്കുവാനൊക്കെ ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുള്ള ഈ ഒരു നിയമങ്ങൾ പാലിക്കുന്നവർക്കല്ലാതെ ആർക്കാ കഴിയാ? പക്ഷെ എവിടെയെല്ലാം ഇസ്ലാം ശക്തമായിക്കൊണ്ട് നമ്മളോട് ആവശ്യപ്പെട്ടതായ കാര്യമുണ്ട്. ഒന്നിലധികം ഭാര്യമാരെ നിങ്ങൾ കല്യാണം കഴിക്കുകയാണ് എങ്കിൽ തുല്യമായ നീതി ഉറപ്പുവരുത്തുവാൻ നിങ്ങൾ പ്രയത്നിക്കേണ്ടതുണ്ട് എന്ന് മാത്രം അല്ലേ. ശക്തമായി നിങ്ങൾ അതിന് തുനിഞ്ഞിറങ്ങണം. ഒരേ രീതിയിൽ ആ ഭാര്യമാരെ ട്രീറ്റ് ചെയ്യുവാൻ, സംരക്ഷിക്കുവാൻ, അവകാശങ്ങൾ അവർക്ക് നൽകുവാൻ കഴിയണം എന്നുള്ളതാണ് ഇസ്ലാം നമ്മുടെ മുമ്പിൽ നിഷ്കർഷിക്കുന്നതായ കാര്യം.
അപ്പൊ ഈ രീതിയിലുള്ള കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വളരെ കൃത്യമായിക്കൊണ്ട് നമുക്ക് പറയാൻ പറ്റും, ഒരു ഇസ്ലാമിക ചുറ്റുപാട്, ഒരു ഇസ്ലാമികമായ നിയമങ്ങള് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നതായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇത്തരത്തിലുള്ളതായ വിഷയങ്ങൾ ഉണ്ടാവുകയില്ല എന്നുള്ളതാ. അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതായ ചില കാര്യങ്ങളും കൂടിയുണ്ട് അല്ലേ. ഇസ്ലാമിലെ ബഹുഭാര്യത്വത്തിനെ ഏറ്റവും അധികം എതിർക്കുന്നവരായ ആളുകള് നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും അധികം ഒന്നിലധികം ഭാര്യമാരെ വിവാഹം കഴിച്ചിട്ടുള്ളതായ ആളുകളെ സാമുദായികമായിട്ടൊന്ന് തരംതിരിച്ചു നോക്കണം. മതത്തിന്റെ അടിസ്ഥാനത്തിൽ അവരൊരു കണക്കെടുപ്പ് നടത്തി നോക്കണം അല്ലെ. ഇതനുവദിക്കുന്നതായ ഇസ്ലാമിലാണോ, ഇതനുവദിച്ചിട്ടില്ലാത്ത മറ്റു മതങ്ങളിലാണോ ഏറ്റവും അധികം ബഹുഭാര്യത്വം നിലവിലുള്ളത് എന്ന് അന്വേഷിക്കണം. 2005-2006 നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പ്രകാരം അവർ പുറത്തുവിട്ടതായ കണക്കനുസരിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും അധികം ബഹുഭാര്യത്തിൽ നിൽക്കുന്നതിൽ ഒന്നാം സ്ഥാനക്കാരായിക്കൊണ്ടുള്ളത് 3.41% ആളുകളിൽ ബഹുഭാര്യത്വം നിലകൊള്ളുന്നുണ്ട് ഗോത്രവർഗക്കാരിൽ. അത് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധ മതവിശ്വാസികളിലാണ് കൂടുതലായിക്കൊണ്ട് ബഹുഭാര്യത്വം നിലവിലുള്ളത്. അതിനുശേഷം ക്രിസ്ത്യാനികളിലാണ് 2.35% ക്രിസ്ത്യാനികളാണ് നിലനിൽക്കുന്നത്. അതിനും ശേഷമാണ് മുസ്ലിമീങ്ങൾ 2.5%, ഹിന്ദുക്കളിൽ 2% അല്ലെ. 2005 കണക്കാണ്. ഇതനുവദിച്ചിട്ടുള്ള ഇസ്ലാം മുസ്ലിമീങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ബഹുഭാര്യത്വം വെച്ചു പുലർത്തുന്നത് മറ്റുള്ളതായ സമുദായക്കാരാണ്, മതത്തിന്റെ ആളുകളാണ്. ഇനി നിങ്ങളെ രണ്ടൊന്ന് തട്ടിലെടുത്ത് നോക്കുക. മുസ്ലിമീങ്ങൾ 2.5% മുസ്ലിമീങ്ങളിൽ ഒന്നിലധികം ഭാര്യമാരെ, ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിച്ചുകൊണ്ട് നിയമാനുസൃത ഭാര്യയാക്കിക്കൊണ്ട് തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഉമ്മയായി അവർക്കുള്ള അവകാശങ്ങളൊക്കെ വകവെച്ചു കൊടുത്തുകൊണ്ട് തന്റെ സ്വത്തിൽ വരെയുള്ള അനന്തരാവകാശവും ഉറപ്പുവരുത്തിക്കൊണ്ട് നിയമപരമായി തന്റെ ഭാര്യയായിക്കൊണ്ട് അവളെ വെക്കുന്നു. മറ്റുള്ള മതവിഭാഗങ്ങളോ അവർക്ക് അനുവാദമല്ല, അവരുടെ ഭാര്യയല്ല, അവരുടെ നിയമാശ്രിതമായ ഇണയല്ല, മറിച്ച് തങ്ങളുടെ വൈകാരികതകൾക്ക് ശമനം വരുത്തിയപ്പോ തങ്ങൾക്ക് ലഭിച്ചതായ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അമ്മമാരായിക്കൊണ്ട് മാത്രം അല്ലെ. വേറെ അവരുടെ മതത്തിൽ അവർക്ക് വേറൊരു സ്റ്റാറ്റസും ഇല്ല, നൽകാൻ അവരുടെ മതം അനുവദിക്കുന്നില്ല അല്ലെ. കുഞ്ഞുങ്ങളുടെ അമ്മയായിക്കൊണ്ട് മാത്രം ആണ് ഈ ബുദ്ധമതക്കാരിലെ 3%-ലധികവും അല്ലെ. അതേപോലെ തന്നെ ക്രിസ്ത്യാനികളിലെ 2.35%-ലുള്ളതുമൊക്കെ ഈ രീതിയിൽ മാത്രം ഭാര്യമാരായി കൊണ്ടുവെക്കുന്നവരാ. ഭാര്യ എന്ന് വിളിക്കാൻ പോലും പറ്റൂല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിലെ ബഹുഭാര്യത്വത്തിനെതിരെ ഏറ്റവും അധികം ശബ്ദമുയർത്തുന്നവരായ ആളുകളുടെ യഥാർത്ഥത്തിലുള്ളതായ ലക്ഷ്യം വിവാഹേതര ലൈംഗികതയെ പ്രോത്സാഹിപ്പിക്കുക, അതിരുകളില്ലാത്ത രതികളിലേക്ക് ലോകത്തെ സമൂഹത്തെ ജനങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോവുക എന്നുള്ള ആധുനികതയുടെ പുതിയ വഴികളിലേക്ക് അവരെ കൊണ്ടുപോകുവാനുള്ള കുടില ശ്രമങ്ങളുടെ ഭാഗം വേറൊന്നുമല്ല. കാരണം ഏക സിവിൽ കോഡിലൂടെ ഒരു ഭാര്യ മാത്രമേ ഉണ്ടാകാവൂ എന്നുള്ള നിയമം എല്ലാവർക്കും ബാധകമായി കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ നിയമാനുസൃതമായ ഭാര്യയിലല്ലാതെ തന്റെ വൈകാരികതകൾ തീർക്കാനുള്ളതായ ഒരു ടെൻഡൻസി ആ സമൂഹത്തിൽ ഉണ്ടായിത്തീരുകയും അങ്ങനെ ഉഭയകക്ഷി സമ്മതത്തോടുകൂടിയുള്ള പരസ്പര സമ്മതത്തോടുകൂടിയുള്ളതായ ലൈംഗിക ബന്ധം കുറ്റകരമല്ലാത്ത ഇന്ത്യ രാജ്യത്ത് ലൈംഗിക അരാജകത്വം ഉടലെടുക്കുവാൻ വലിയ താമസം ഉണ്ടാവൂല അല്ലേ. ഏറ്റവും അധികം ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന വിഭാഗമായ മുസ്ലിമീങ്ങളെ ഇത്തരത്തിലുള്ള ലൈംഗിക അരാജകത്വത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള കരുതിക്കൂട്ടിയുള്ളതായ ശ്രമമാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നതിലൂടെ അവരുദ്ദേശിച്ചിട്ടുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരന്യ സ്ത്രീയെ ബന്ധപ്പെടുന്നത് പോയിട്ട്, അവളെ സ്പർശിക്കുന്നത് പോയിട്ട്,
അവളെ ആ രീതിയിൽ നോക്കുന്നത് പോലും, അവന്റെ മനസ്സിൽ അപ്രകാരം ഒരു അന്യ സ്ത്രീയെ സങ്കല്പിക്കുന്നത് പോലും കുറ്റകരമാണെന്ന് പഠിപ്പിക്കുന്ന, വ്യഭിചാരമാണെന്ന് പഠിപ്പിക്കുന്ന ഒരു മതത്തിന്റെ അനുയായിക്ക് ഒരിക്കലും അത്തരത്തിലുള്ള ഒരു ജീവിത സാഹചര്യവുമായി കൊണ്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ ഇത്തരത്തിലുള്ളതായ നീക്കങ്ങളെ, ഏക സിവിൽ കോഡ് പോലെയുള്ള നിയമനിർമ്മാണ നീക്കങ്ങൾക്ക് ഏറ്റവും അധികം എതിര് നിൽക്കുവാനുള്ളതായ കാരണമെന്ന് നമ്മൾ തിരിച്ചറിയണം. ബഹുഭാരതത്തെ പോലെ തന്നെ ഇന്ന് ഏറ്റവും അധികം ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായ വിഷയമാണ് ഇസ്ലാമിലെ വിവാഹമോചനവും. മുത്തലാഖ് എന്നുള്ള വാക്ക് ഇന്ന് ചെറിയ കുട്ടിക്ക് വരെ അറിയാവുന്ന ഒരു രീതിയിലേക്ക് അതിനെ സമൂഹം വലിച്ചഴിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു പൊതു ചർച്ചകളിൽ പലപ്പോഴും ഒരു മുസ്ലിമിന് തലയുയർത്തി നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ, സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ, അതിനങ്ങോട്ട് കീഴ്പ്പെട്ടു പോകുന്ന രീതിയിൽ മുത്തലാഖ് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൽ ഉള്ളത് കൊണ്ട്, അതല്ലെങ്കിൽ മുത്തലാഖ് ഇസ്ലാമിൽ ഉണ്ടായത് കൊണ്ട് നമുക്ക് ഇസ്ലാമിനെ പറ്റി മറ്റുള്ള മതസ്ഥർക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു പരിതസ്ഥിതി നമ്മുടെ നാട്ടിൽ സംജാതമായിട്ടുണ്ടോ എന്ന് സംശയിക്കാം. അത്തരമൊരു കോംപ്ലക്സ് നമുക്ക് കടന്നു വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മളറിയണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തോടുകൂടി ഒത്തുചേരുന്നതിനും സ്നേഹവും കാരുണ്യവും പരസ്പരം പങ്കുവെക്കുന്നതിനും അതിലൂടെ ലൈംഗികത ആസ്വദിക്കുന്നതിനു വേണ്ടി ആണും പെണ്ണും തമ്മിൽ ഉണ്ടാക്കുന്നതായ ബലിഷ്ഠമായ കരാറാണ് ഇസ്ലാമിലെ വിവാഹം. സ്വാഭാവികമായും ആ വിവാഹത്തിന്റെ ലക്ഷ്യമായിക്കൊണ്ട് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളതായ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനഹുമാ മവദ്ദതൻ വറഹ്മ, വിവാഹ ജീവിതത്തിന്റെ ലക്ഷ്യമായി കൊണ്ട് പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ സാധൂകരിക്കാൻ പറ്റാത്ത രീതിയിൽ വരികയാണ് എങ്കിൽ സ്വാഭാവികമായും അവർ തമ്മിൽ ഉണ്ടാക്കിയതായ കരാറ് റദ്ദാക്കുവാനും ആ കരാറിനെ ഇല്ലാതാക്കുവാനും ഇസ്ലാം അനുവാദം നൽകുന്നു. അതാണ് ഇസ്ലാമിലെ തലാഖ്. ആ വിവാഹത്തിന് ലക്ഷ്യങ്ങൾ സാക്ഷാത്കൃതമാകുന്നില്ല എങ്കിൽ അവിടെ വീണ്ടും ആ വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് രണ്ടു കൂട്ടർക്കും, ആണിനും പെണ്ണിനും, അതുകൊണ്ട് യാതൊരു തരത്തിലുള്ളതായ ഉപകാരവും അല്ലെങ്കിൽ ജീവിതത്തിലെ സുഖവും ജീവിതത്തിന്റെ സമാധാനവും മനഃശാന്തിയും ഒന്നും ലഭിക്കാതെ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടെന്ത്? അവിടെ ഇസ്ലാം അവർക്ക് നൽകുന്ന അവകാശമാണ് അത്. അവിടെ വെച്ച് ആ കരാറ്, ആ സിവിൽ കരാറ് അവർക്ക് അവസാനിപ്പിക്കാം എന്നുള്ളത്. പക്ഷേ വളരെ അനിവാര്യമായ അവസരങ്ങളിൽ മാത്രം, ആർക്കും തോന്നുമ്പോ തുപ്പിക്കളയാനും തോന്നുമ്പോ തിരിച്ചെടുക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനമല്ല ഇസ്ലാമിലെ തലാഖ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അനിവാര്യമായ സാഹചര്യങ്ങളിൽ, മറ്റു മാർഗങ്ങളില്ലാതെ വരുന്നതായ സന്ദർഭങ്ങളിൽ മാത്രം നിർവഹിക്കപ്പെടുവാൻ ഇസ്ലാം അനുവാദം കൊടുത്തിട്ടുള്ള ഒന്നാണ് തലാഖ്. ഒറ്റയടിക്ക് തന്നെ എനിക്ക് എൻ്റെ ഭാര്യയുമായി കൊണ്ട് ഒത്തുപോകാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ നിന്നെ തലാഖ് ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒഴിച്ചുവിടാൻ പറ്റുന്ന ഒരു രീതിയിലല്ല ഇസ്ലാമിലെ തലാഖ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്, അതല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, മറ്റു മതങ്ങളിൽ തലാഖ് എന്നുള്ളത് പല രീതിയിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ യാതൊരു തൻ്റേതല്ലാത്ത കാരണം, തൻ്റേതല്ലാത്ത കുറ്റങ്ങൾ പോലും വിവാഹ ജീവിതത്തിന് ഭംഗം വരുത്തുവാൻ അല്ലെങ്കിൽ വിവാഹം വേർപ്പെടുത്തുവാൻ കാരണമാക്കി വെച്ചിരിക്കുന്നതായ വളരെയധികം ലിബറലായിട്ടുള്ള ഒരു രീതി സ്വീകരിക്കുന്ന ഹൈന്ദവ മതം. ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് സന്താനങ്ങളെ തരുന്നില്ല എങ്കിൽ ആ പെണ്ണിനെ ഒഴിവാക്കാം. പെൺകുട്ടിയെ മാത്രം എനിക്ക് തരുന്നുള്ളൂ, എനിക്കൊരു ആൺകുട്ടിനെ കിട്ടണം. എത്ര പ്രസവിച്ചിട്ടും ആൺകുട്ടി ഉണ്ടാവണില്ല അല്ലെ? ഒരു 10 കൊല്ലം വരെ 11 കൊല്ലം വരെ കാത്തിക്കണം, എന്നിട്ടും ആൺകുട്ടി ജനിക്കുന്നില്ല എങ്കിൽ ആ പെണ്ണിനെ ഒഴിവാക്കാം. ചാപ്പിള്ളയെ മാത്രം പ്രസവിക്കുന്നതായ
പെണ്ണുങ്ങളുണ്ടാവും, അഥവാ ജനിക്കുമ്പോൾ തന്നെ കുട്ടി മരിക്കുന്നൊരവസ്ഥ. ഒരു 10 കൊല്ലം അവളോടൊപ്പം താമസിക്കണം, ശരിക്കുള്ളൊരു കുട്ടിനെ കിട്ടുമെന്ന് കാത്തിക്കുക, കിട്ടണില്ലെങ്കിൽ അവളെ ഒഴിവാക്കാം. അല്ലെ, ഈ പറഞ്ഞതൊന്നും ഈ പെണ്ണിന്റെ കുറ്റല്ല. പക്ഷെ എന്നിട്ടും അവളെ ഒഴിവാക്കാനുള്ളതായ അനുവാദം ഹൈന്ദവ മതം അതിന്റെ ആളുകൾക്ക് നൽകുന്നു. ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഓൽക്ക് തൊലാക്കയില്ല. അവർക്ക് അവരുടെ ഭാര്യ വ്യഭിചരിച്ചതായി വളരെ കൃത്യമായി കൊണ്ട് തെളിയിക്കപ്പെട്ടാലല്ലാതെ താനല്ലാത്ത മറ്റൊരു പുരുഷനുമായി കൊണ്ട് തന്റെ ഭാര്യ ബന്ധപ്പെട്ടതായി അല്ലെങ്കിൽ തന്റെ ഇണ ബന്ധപ്പെടുന്നതായി അപരക്ക് കൃത്യമായി വ്യക്തമായി തെളിയിക്കാൻ പറ്റിയിട്ടല്ലാതെ വിവാഹമോചനം കിട്ടൂല. അതിനുവേണ്ടി കോടതിയിൽ ഒരുപാട് ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മാനവികതയ്ക്ക് ഏറ്റവും അധികം പ്രാധാന്യം നൽകിയിട്ടുള്ള, മനുഷ്യന്റെ മനഃശാസ്ത്രം അറിയുന്നതായ പടച്ച തമ്പുരാൻ അതിന് വെച്ചിട്ടുള്ളതായ നിയമങ്ങൾ വളരെ കൃത്യമായി നമ്മൾ അറിയണം. ആർക്കും എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന, ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന നിയമത്തിന്റെ ഒരു ലൂപ്പ് ഹോളായിക്കൊണ്ട് ഒരിക്കലും തലാഖിനെ കാണാൻ പാടില്ല. തലാഖിന്റെ വിഷയം പരിചയപ്പെടുത്തുന്നതായ സന്ദർഭത്തിൽ ഇസ്ലാം അതിന്റെ തുടക്കമെന്നോണം ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തുന്നത് അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫദ്ദലല്ലാഹു ബഅ്ദഹും അലാ ബഅ്ദിൻ, പുരുഷന്മാരാണ് സ്ത്രീകളുടെ മേൽ കൈകാര്യകർത്താക്കന്മാരായിട്ടുള്ളത്. ഇസ്ലാമില് പുരുഷാധിപത്യാണ്, സമത്വല്ല. ലിംഗവിവേചനമാണ് ഇസ്ലാമിലുള്ളത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഈ പറയുന്ന ആൾക്കാർ തന്നെ ഇവിടെ ഇസ്ലാം പറഞ്ഞ ബിമാ ഫദ്ദലല്ലാഹു ബഅ്ദഹും അലാ ബഅദ്, അല്ലാഹ് അവർക്ക് നൽകിയിട്ടുള്ളതായ ചില പ്രത്യേകതകൾ കൊണ്ടാണ് അങ്ങനെ തന്നെ വെച്ചിട്ടുള്ളത് എന്ന്. ആ പ്രത്യേകത ഉൾക്കൊള്ളുന്നവരല്ലേ ഈ വാദിക്കുന്നവരായ ആളുകളൊന്നും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പറഞ്ഞു അവനാണ് കുടുംബത്തിനെ കൈകാര്യം ചെയ്യേണ്ടത്, അവനാണ് വിവാഹം കഴിക്കുമ്പോ ആ പെൺകുട്ടിക്ക് വിവാഹ മൂല്യമായി കൊണ്ട് നൽകേണ്ടതായ മഹർ അവനാണ് അധ്വാനിച്ചുണ്ടാക്കി ചെലവഴിക്കേണ്ടത്. അങ്ങനെ മഹർ കൊടുത്ത് വിവാഹം ചെയ്തു കൊണ്ടുവരുന്നതായ പെൺകുട്ടിക്ക് പിന്നീടുള്ള ജീവിത ചെലവ് മുഴുവനും അവനാണ് നൽകേണ്ടത്. അവിടെ പ്രസവിക്കുന്നതായ കുഞ്ഞിന് അവനാണ് ചെലവിന് കൊടുക്കേണ്ടത്. ആ കുഞ്ഞിന് മുലയൂട്ടുന്നതിന് ആ പെൺകുട്ടി വില നിശ്ചയിച്ചാൽ അതുപോലും അത്രക്കും ചെലവ് ചെയ്യൽ നിർബന്ധമായിട്ടുള്ള ഒരാളാണ് ഇസ്ലാമിലെ പുരുഷൻ, ഭർത്താവ്. പുറത്തു പോയിക്കൊണ്ട് അധ്വാനിക്കേണ്ടത് അവനാണ്, ജോലി ചെയ്യേണ്ടത് അവനാണ്, സമ്പാദിച്ചു കൊണ്ടുവരേണ്ടത് അവനാണ്, ചെലവഴിക്കേണ്ടത് അവനാണ്. അവൻ വിവാഹം കഴിച്ച ഭാര്യയ്ക്ക് എത്ര സ്വത്തുക്കൾ ഉണ്ടെങ്കിലും അവൾക്ക് ഒരു വസ്ത്രം വേണമെന്ന് പറഞ്ഞാൽ അവൾ കൊടുക്കാൻ വസ്ത്രം അത് ഭർത്താവ് അധ്വാനിച്ചുണ്ടാക്കിയിട്ട് വാങ്ങിക്കൊടുക്കണം എന്ന ഇസ്ലാമിന്റെ നിയമം, അല്ലെ? അതാണ് ഖവ്വാമൂൻ. ഈ തുല്യത അവകാശപ്പെടുന്ന ആൾക്കാർ പല രംഗങ്ങളിലും ആ തുല്യതക്ക് വരുന്നില്ല, അല്ലെ? ഇപ്പൊ ഗെയിംസ് ഒക്കെ നടക്കുമ്പോ ആണുങ്ങും പെണ്ണുങ്ങും ഒക്കെ പ്രത്യേക ഓട്ട മത്സരം. രണ്ടും തുല്യരാണെങ്കിൽ 100 മീറ്റർ ഒപ്പം എന്താ ഓടാത്തത്? എന്താണ് ഒപ്പം ചാടിപ്പിക്കാത്തത്? എന്താണ് ഒന്നിച്ച് ഫുട്ബോൾ കളിപ്പിക്കാത്തത്? അവർക്ക് പ്രത്യേക ഫുട്ബോൾ ടീമാ, അവർക്ക് പ്രത്യേക ഫുട്ബോൾ ടീം ഉണ്ട്. അപ്പൊ തുല്യരല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ശാരീരികമായിക്കൊണ്ടും മാനസികമായിക്കൊണ്ടും വളരെ വ്യത്യസ്തങ്ങളായ തലങ്ങളിലാണ് ഇത് രണ്ടും ഉള്ളത്, അല്ലെ? അപ്പൊ ആ ഒരു രീതി പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാം അത് ആരംഭിക്കുന്നത്. ബിമാ ഫദ്ദലല്ലാഹു ബഅ്ദഹും അലാ ബഅ്ദിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, പുരുഷനാണ് അവർക്ക് വേണ്ടി ചെലവഴിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവനാണ് കൈകാര്യകർത്താവ്. ഫസ്സാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്, സദ്വർത്തകളായ ഭാര്യമാരുണ്ടല്ലോ, നല്ലവരായ പെൺകുട്ടികളുണ്ടല്ലോ, ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്, തന്റെ ഭർത്താവിന് വേണ്ടി മാത്രം നൽകേണ്ടതായ അവകാശങ്ങൾ ഭർത്താവിന് മാത്രമായി നൽകുകയും ഭർത്താവിന്റെ അഭാവത്തിൽ സംരക്ഷിക്കേണ്ടതായ ചാരിത്രത്തെയും ഭർത്താവിന്റെ മറ്റുള്ളതായ രഹസ്യങ്ങളെയും എല്ലാം വളരെ കൃത്യമായി കൊണ്ട് സംരക്ഷിക്കുകയും ചെയ്യുന്ന നല്ലതായ പെൺകുട്ടികൾ, സാലിഹാത്തുകൾ, അങ്ങനെ ആയിരിക്കണം ഭാര്യമാരെന്നാ പരിചയപ്പെടുത്തുന്നത്. ശരി, ഇസ്ലാം പറഞ്ഞു വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന, നിങ്ങളുടെ വിവാഹം കഴിച്ചതായ ആ പെൺകുട്ടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചു കൊണ്ടല്ല പെരുമാറുന്നത്, അവിടെ നിങ്ങളോട് ഇഷ്ടക്കേട് കാണിക്കുന്നു, അനുസരണക്കേട് കാണിക്കുന്നു, ധിക്കാരം കാണിക്കുന്നു എന്ന ഒരവസ്ഥ വന്നാൽ, മനുസ്മൃതി പറയുന്നത് പോലെ നിനക്ക് ഇഷ്ടപ്പെടാത്ത വാക്ക് പറഞ്ഞവളെ അപ്പൊ തന്നെ വിവാഹമോചനം ചെയ്യണം എന്നാ.
അല്ലെ? അവൾ പറഞ്ഞ സാഹചര്യം എന്താണ്, സമയം എന്താണ്, എന്ത് കാരണത്താലാണ്, അതൊന്നും ബാധകമല്ല. ഭർത്താവിന് ഇഷ്ടമല്ലാത്തത് പറഞ്ഞോ, അപ്പ കട്ട് ചെയ്യാം. ഇവിടെ നിന്നോട് ധിക്കാരപരമായി കൊണ്ട് പെരുമാറുവാൻ നിന്റെ ഭാര്യ തുടങ്ങിക്കഴിഞ്ഞാൽ ഖുർആൻ പറഞ്ഞു, അവിടെ ഒന്നാമത്തെ ട്രീറ്റ്മെന്റ് ആരംഭിക്കുകയാണ്. തലാഖിന്റെ സ്റ്റെപ്പുകളിലേക്ക് പോകുന്നതിന് മുൻപ് വൈവാഹിക ജീവിതം തലാഖിലേക്ക് എത്താതെ, വിവാഹമോചനത്തിലേക്ക് എത്താതെ ഏത് വിധേനയും ആ ദമ്പതിമാര് ഒരുമിച്ച് പോകണമെന്ന് വളരെ കൃത്യമായി നിഷ്കർഷിച്ചിട്ടുള്ള മതം അത് പഠിപ്പിക്കുന്നു. നിങ്ങൾ അവരെന്ത് ചെയ്യണം? കൗൺസിലിംഗ് നടത്തണം, അല്ലെ? ഉപദേശിക്കണം. ഭാര്യമാർ നിങ്ങൾ ഉപദേശിക്കണം. അവരോട് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഒരുപാട് അവളെ അതിലേക്ക് അനുനയിപ്പിച്ചു കൊണ്ടുവന്ന് അത്തരത്തിലുള്ളതായ സാഹചര്യങ്ങളിലൂടെ അവളെ അത് ശരിയല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനും പറഞ്ഞ് പഠിപ്പിക്കാനും ആ ഉപദേശങ്ങളിലൂടെ അവളെ നന്നാക്കിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഒറ്റട്ടോ അവളോട് ഇങ്ങനെ അവളെ ജിഞ്ച് ഇങ്ങനെ ഒന്നും ആയാൽ പറ്റൂലട്ടോ എന്ന് പറയാന്നുള്ളതല്ല ഇലൂഹുന്ന എന്നുള്ളത്, അല്ലെ? വയല് പറഞ്ഞു കൊടുക്കണം എന്നാ, അല്ലെ? ചിലപ്പോൾ അവിടെ ആയത്ത് ഓതി കൊടുക്കേണ്ടി വരും, ഹദീസ് ഓതി കൊടുക്കേണ്ടി വരും, അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും, സാഹചര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും, അല്ലെ? അപ്പൊ തന്റെ ഭർത്താവ് ഞാൻ ഇത്ര ധിക്കാരം കാണിച്ചിട്ടും അനുസരണക്കേട് കാണിച്ചിട്ടും എന്നോട് സ്നേഹമുള്ള എന്റെ ഭർത്താവ് എന്നോടൊപ്പം എങ്ങനെയെങ്കിലും ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളുടെ കൂടെ തന്നെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാകണമെന്നുള്ള രീതിയിൽ, ഇത് നല്ല രീതിയിൽ പോകണമെന്നത് കൊണ്ടാണ് എന്റെ ഭർത്താവ് എന്നെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിക്കുന്നതെന്ന് ആലോചിക്കുന്ന ഒരു ഭാര്യ അവരുടെ സ്വഭാവം നന്നാക്കാൻ തയ്യാറാവും, അല്ലേ? അവൾ ആ വിവാഹ ജീവിതത്തിൽ തന്നെ തുടർന്ന് നല്ല രീതിയിൽ പോകാൻ അവളൊരു പക്ഷേ തീരുമാനമെടുത്തേക്കാം. ഒരുപാട് ഉപദേശിച്ചു, ഒരുപാട് വഴന്നു പറഞ്ഞു കൊടുത്തിട്ടൊന്നും അവളുടെ അനുസരണക്കേടും ധിക്കാരവും അവൾ അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ അടുത്ത ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി ഖുർആൻ ആവശ്യപ്പെട്ടു. നിങ്ങൾ നിങ്ങളുടെ കിടപ്പറകളിൽ അവളെ വെടിഞ്ഞുകൊള്ളട്ടെ. കിടപ്പറയെന്ന് മാറിക്കുക. എന്തൊക്കെ പ്രശ്നങ്ങളും സംഭവ കച്ചറകളും, അല്ലെ, പ്രയാസങ്ങളും വർത്താനങ്ങളും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാലും പരസ്പരം അടുത്ത് കിടക്കുമ്പോൾ, വൈകാരികതകൾ ഉണർന്നു വരുമ്പോൾ ആ പിണക്കങ്ങളും വിഷയങ്ങളൊക്കെ മാറി അവര് ഒന്നായി തീരുന്നൊരവസ്ഥയാണ് ബെഡ്റൂമുകളിൽ ഉണ്ടാവുക. അവിടെ തന്റെ ഈ ഒരു ധിക്കാര മനസ്ഥിതി, തന്റെ ഈ ഒരു അനുസരണക്കേട് താൻ തുടർന്നു പോവുകയാണ് എങ്കിൽ ഏറ്റവും അധികം തന്നെ ആവശ്യമുള്ളതായ ആ ബെഡ്റൂമിൽ പോലും തന്റെ ഭർത്താവ് തന്നെ അവഗണിക്കുകയാണ്. അതിലും വലുത് ഞാൻ സംസ്കാരമുള്ളവളായി നല്ലവളായി തീരുക എന്നുള്ളതാണ് ഏറ്റവും അവന് പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്ന് ആ പെണ്ണതിലൂടെ തിരിച്ചറിയാനും ആ രീതിയിൽ ചിന്തിക്കാനും അവൾക്കത് കാരണമായി തീരും. തന്റെ ലൈംഗിക വികാരങ്ങളെ പോലും മാറ്റിവെച്ചുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഒരുവളോടൊത്ത് ശയിക്കുവാനും ലൈംഗിക വികാരങ്ങൾ ശമിപ്പിക്കുവാനും ആവശ്യം എനിക്കില്ല എന്ന് ഒരു ഭർത്താവ് തീരുമാനിക്കുകയാണ്. നല്ല ട്രീറ്റ്മെന്റാ ശരിക്കത്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവള് ഭർത്താവിന്റെ മുമ്പിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഭർത്താവിന്റെ ഒരു വീക്ക് പോയിന്റ് ആണ് ബെഡ്റൂം. അവരുടെ പല കാര്യങ്ങളും പറയാനും അതിലേക്ക് ഭർത്താവിനെ കൊണ്ടുവരാനും അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുവാനും ആഗ്രഹങ്ങൾ പറയാനും നിറവേറ്റിയെടുക്കാനും ഒക്കെ അവളുടെ ജീവിതത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു രംഗമാണ് ബെഡ്റൂം എന്നുള്ളത്. അഥവാ ഒന്നിച്ചുറങ്ങുന്നതായ സന്ദർഭത്തിൽ ആ സമയത്ത് പോലും തന്റെ ഭർത്താവിന് ഈ രീതിയിലാണെങ്കിൽ തന്നെ ആവശ്യമില്ല എന്ന രീതിയിൽ തന്നിൽ നിന്നും അകന്ന് കിടക്കുന്നതായ ആ ഭർത്താവിന്റെ രീതി ഒരു പെണ്ണിന്റെ കണ്ണു തുറപ്പിക്കും. ഏത് പെണ്ണിന്റെയും കുറച്ചെങ്കിലും ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ അവള് ജീവിതം നന്നാക്കുവാനും ആ ഭർത്താവിന് വിധേയയായിക്കൊണ്ട് ജീവിതത്തിൽ അത്തരത്തിലുള്ള ദുസ്വഭാവങ്ങൾ മാറ്റിവെക്കുവാനും അവൾ തയ്യാറാകും. ഈ രണ്ടാമത്തെ ട്രീറ്റ്മെന്റും ഫലം കാണുന്നില്ല എങ്കിൽ, അല്ലെ, ഒരു ദിവസം മാറിക്കിടക്കാന്നല്ല കേട്ടോ, ആ ഒരു രീതിയിൽ അവൾക്ക് ബോധ്യം വരുന്നത് വരെ
അവളുടെ കൂടെ ക്ഷയിക്കാതിരിക്കുക. അതും ഫലപ്രദമാവുന്നില്ല എങ്കിൽ വളിരിബൂഹുന്ന, നിങ്ങൾക്കവരെ അടിക്കാം. അല്ലേ? അടിക്കാന്ന് പറയുമ്പോ കയ്യും കാലും കെട്ടിയിട്ടുകാണ്ട് തല്ലുക എന്നുള്ള അർത്ഥത്തിലല്ല, അങ്ങനെ തല്ലി നന്നാക്കാന്നുള്ള അർത്ഥത്തിലല്ല. കാരണം എന്താ അറിയോ, സാധാരണ അങ്ങനെ ഉണ്ട്, നമ്മൾ വല്ലാതെ സ്നേഹിക്കുന്ന ഒരാളിൽ നിന്നും നമുക്ക് അത്തരത്തിലുള്ള ചില വാക്ക് കേട്ടാൽ മതി, അല്ല അവരത്തു നിന്നും എല്ലാം ഒന്ന് കിട്ടിയാൽ മതി, നമുക്ക് സഹിക്കാൻ കഴിയില്ല. പലപ്പോഴും ടീച്ചിങ് ഫീൽഡിലൊക്കെ അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അത് ആ രീതിയിൽ അനുഭവം ഉണ്ടാവാറുണ്ട്. നമ്മളെ കുട്ടികളെ ആ രീതിയിൽ തന്നെ അങ്ങനെ സ്നേഹിച്ച് കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു ദിവസം ഒരു വടിയെടുത്തിട്ട് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആകെ സങ്കടമായിട്ട്, വേദന കൊണ്ടല്ല, വിഷമം കൊണ്ടായിരിക്കും കരയാ. ഇവിടെ തന്നെ തലോടുന്ന, തനിക്ക് സ്നേഹ വചനങ്ങൾ ചൊല്ലിത്തരുന്നതായ, തന്നെ ഏറ്റവും അധികം സംരക്ഷിക്കുന്നതായ, തന്റെ കരവലയത്തിൽ തന്നെ ഒതുക്കിക്കൊണ്ട് തന്നെ ആശ്വസിപ്പിക്കുന്നതായ അതേ ഭർത്താവിന്റെ കരങ്ങൾ കൊണ്ട് തനിക്കൊരു താണ്ഡനം ലഭിച്ചാൽ, തലോടലിന് പകരം അത് ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അവൾക്കൊരു നല്ല ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിരിക്കും. അല്ലാതെ പട്ടി കെടുത്താണ്ട് അടിക്കുക എന്നുള്ളതല്ല. അങ്ങനെ ചെയ്യണവര് നല്ലവരല്ല എന്ന് റസൂൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, തല്ലരുത്. ഇവിടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിക്കൊണ്ട് അവളെ നന്നാക്കുക എന്നുള്ള രീതിയിൽ അവിടെ പ്രവാചകൻ ഒരുപാട് പറഞ്ഞു. അവൾക്ക് മുറിവ് പറ്റുന്ന രീതിയിൽ നിങ്ങൾ അവളെ അടിക്കാൻ പാടില്ല, അവളുടെ മുഖത്ത് നിങ്ങൾ അടിക്കാൻ പാടില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ അവളെ അടിക്കാൻ പാടില്ല. അല്ലേ? അതിനൊന്നും വേണ്ടിയിട്ടല്ല അടി. ആരുമില്ലാത്ത സമയത്ത് രണ്ടാള് മാത്രമാകുമ്പോ ബെഡ്റൂമിൽ വെച്ചുകൊണ്ട് ഈ ഒരു വിഷയം അവൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി മാത്രം അല്ലെ കൊടുക്കുന്ന ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ്, ഇത്രേ ഉള്ളൂ. അതും ഇസ്ലാം ആ ഒരു ചികിത്സയുടെ ഭാഗമായിക്കൊണ്ട് നടത്തണമെന്ന് പറയാം. എന്നിട്ട് പറയാണ് പടച്ചോൻ, ഇതിലേതെങ്കിലും ഒരു സ്റ്റെപ്പ് നിങ്ങൾ നിർവഹിച്ചപ്പോ, ട്രീറ്റ്മെന്റ് നിങ്ങൾ ചെയ്തപ്പോ, നിങ്ങളുടെ ഭാര്യ നന്നായി നിങ്ങളോടൊപ്പം തന്നെ ജീവിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് നേരെ നിങ്ങളൊരു വഴിയും സ്വീകരിക്കരുത്. ഇന്നല്ലാഹ കാന അലിയൻ കബീറ. അല്ലെ, നിങ്ങളെ അഹങ്കാരവും നിങ്ങളുടെ ആ ഒരു ഉങ്കൊന്നല്ല, പടച്ചോനാണ് ഏറ്റവും വലിയവൻ, അള്ളാഹുവാണ് ഏറ്റവും ഉന്നതിയിലുള്ളവൻ. അല്ലെ, നിങ്ങൾ ചെറുതായി കൊടുത്തളാ, അതുവരെ ചെയ്തതൊക്കെ പുറത്തു കൊടുത്തോ, അതുവരെ ചെയ്തതൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തോ, അവരുടെ മുമ്പിൽ നിങ്ങൾ ചെറുതായി കൊടുത്തോ, അവരുടെ മുമ്പിൽ നിങ്ങൾ വിനയം കാണിച്ചോ, എന്നിട്ട് അവളെ വീണ്ടും സ്നേഹിക്കാൻ തുടങ്ങിക്കോ. വിവാഹ ജീവിതം സ്വച്ഛന്തമായി കൊണ്ട് മുന്നോട്ട് പോകട്ടെ. ഈ 3 ട്രീറ്റ്മെന്റ് കൊണ്ടും അവൾ ശരിയാവുന്നില്ല, അവൾ ഇപ്പോഴും ആ ധിക്കാരവുമായി കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ, അപ്പൊ ഖുർആൻ പറഞ്ഞു, ഫൈൻ ഖിഫ്തും ശിഖാഖ ബൈനിഹിമ, ഇതല്ലാതെ വേറൊരു വഴിയില്ല, ഇനി പിരിയുകയല്ലാതെ ഞങ്ങൾക്കിടയിൽ വേറൊരു മാർഗവുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സന്ദർഭത്തിൽ നിങ്ങൾ തൊലാക്കല്ലിക്കോ എന്നല്ല പറഞ്ഞത്. ഇനി പിരിയല്ലാതെ വേറൊരു വഴിയില്ല എന്ന് തോന്നുന്ന സമയത്ത് എന്നെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്തു നോക്കി എന്ന് നിങ്ങൾക്ക് തീർച്ചയാവുന്നതായ ഇനി ഒരു വഴിയും എന്റെ ഭാര്യയെ നന്നാക്കാൻ എന്റെ മുമ്പിൽ ഇല്ല എന്ന് തോന്നുന്ന ഒരു സന്ദർഭം വന്നാൽ, അപ്പൊ നിങ്ങൾ രണ്ടാളും അല്ലാത്ത പുറത്തുനിന്നുള്ള ഭർത്താവിന്റെ കുടുംബത്തുനിന്നും ഭാര്യയുടെ കുടുംബത്തുനിന്നും രണ്ടാളെ കുടുംബത്തിൽ നിന്നും ആളുകളെ നിശ്ചയിച്ചുകൊണ്ട് അവർക്ക് പ്രശ്നം വിട്ടുകൊടുക്കുക. ചിലപ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ അടുത്ത്, എൻ്റെ ഭാര്യൻ്റെ അടുത്തുള്ള പ്രശ്നം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്, പക്ഷെ ചിലപ്പം പ്രശ്നം എൻ്റെ അടുത്ത് തന്നെയാണെങ്കിലും അല്ലേ, ചിലപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്നത് എൻ്റെ സമീപന രീതി കൊണ്ടോ, എൻ്റെ ചിന്താ വൈകല്യങ്ങൾ കൊണ്ടോ, അതല്ലെങ്കിൽ എൻ്റെ അഡ്ജസ്റ്റ്മെന്റുകൾ തയ്യാറാവാത്ത രീതികൾ കൊണ്ടോ എന്തുകൊണ്ടോ ആവാം. ഞാൻ വിചാരിക്കും ഓലത്താണ് കുറ്റം എന്നായിരിക്കും. അതുകൊണ്ട് രണ്ടുപേരുമല്ലാത്ത എന്നാൽ അവരുടെ രണ്ടുപേരുടെയും കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് ആ വിഷയം വിട്ടുകൊടുക്കട്ടെ, അവർ ചർച്ച ചെയ്യട്ടെ, രണ്ടുപേരുമായി സംസാരിക്കട്ടെ, രണ്ടുപേരുടെയും വിഷയങ്ങൾ കേൾക്കട്ടെ. ആ രീതിയിൽ രണ്ടുപേർക്കും പറയാനുള്ളതായ കാര്യങ്ങൾ മുഴുവനും അവർ പറയട്ടെ, അത് ആ കുടുംബത്തിലെ ആളുകൾ കേൾക്കട്ടെ. കേട്ടിട്ട് പടച്ചോൻ പറയാ, അങ്ങനെ അവര് ആ ഭാര്യ ഭർത്താക്കന്മാരെ നന്നാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവര് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അവരെ നന്നാക്കാനുള്ള തൗഫീക്ക് പടച്ചോൻ കൊടുക്കുന്നു.
നേരെ മറിച്ച് എന്റെ മോളും കെട്ട് പോന്നോ, ഓനെ പോലത്തെ വേറെ എത്രണ്ണ വേണമെങ്കിലും നമുക്കിവിടെ കണ്ടെത്തി തരാന്ന് പറയുന്ന പെണ്ണിന്റെ വാപ്പ, അല്ലെങ്കിൽ ഓളോളെ പാട്ടിന് പോട്ടെ ഞമ്പൂവിൽ എന്താ വേറെ പെണ്ണില്ലേ എന്ന് ചോദിക്കുന്ന ഭർത്താവിന്റെ കുടുംബക്കാരുമായാല് ആ കുടുംബം ഒരിക്കലും ഒന്നാകൂല. മറിച്ച് രണ്ടു കൂട്ടരും ഇതെങ്ങനെയെങ്കിലും ഒന്ന് പേർത്തിരിക്കണം എന്നല്ല, എങ്ങനെയെങ്കിലും ഒന്ന് ത്വലാഖിലേക്ക് എത്തിക്കണം എന്നല്ല, എങ്ങനെയെങ്കിലും വിവാഹബന്ധം വേർപ്പെടുത്തണം എന്നല്ല, എങ്ങനെയെങ്കിലും ഇതൊന്ന് മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം എന്ന ഒരേ ഒരു ലക്ഷ്യം രണ്ടു കൂട്ടർക്കും, ഭാര്യന്റെ കുടുംബക്കാർക്കും ഭർത്താവിന്റെ കുടുംബക്കാർക്കും ഉണ്ടാവേണ്ടത് ഈ വിവാഹ ജീവിതം പൊട്ടരുത്, വേർതിരിയരുത്, വേർപിരിയരുത്, തലാഖ് സംഭവിക്കരുത്, ഇതൊന്നിച്ചു കൂടി തന്നെ പോകണം എന്ന ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി അവരിറങ്ങിത്തിരിക്കുകയാണ് എങ്കിൽ യുവഫിഖുല്ലാഹു ബൈനഹുമാ, അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ, യോജിപ്പുണ്ടാക്കാൻ അള്ളാഹു തൗഫീഖ് കൊടുക്കും. ഇന്നല്ലാഹ കാന അലീമൻ ഖബീറ, അള്ളാഹു ഏറ്റവും അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയും തന്നെയാണ്. ഇത്രയും സ്റ്റെപ്പുകൾ ഒരാൾ ചെയ്തു ജീവിതത്തിൽ. കുടുംബക്കാരായിട്ടുള്ള ആളുകൾ നോക്കിയിട്ടും ഇവർ രണ്ടുപേരും ശരിയാവാൻ, നന്നാവാനുള്ളതായ യാതൊരു വകുപ്പും അവിടെ കാണുന്നില്ല എങ്കിൽ അല്ലെ, പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ ആ രണ്ടാൾക്കാർ ഒന്നിച്ച് ജീവിക്കുന്നതുകൊണ്ട് എന്താ പിന്നെ അർത്ഥമുള്ളത്? ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അവർ തമ്മിൽ മാനസികമായി കൊണ്ട് യോജിക്കാനുള്ള ഒരവസ്ഥ ഇല്ല എങ്കിൽ പിന്നെ കോടതിയിൽ പോയിട്ട് ഇവിടെ രണ്ടാളെയും കൂടി ത്വലാഖില്ല, നിങ്ങൾ ഒന്നിച്ചെന്നെ ജീവിച്ചോളിയും എന്നും പറഞ്ഞിട്ട് ഓല ഒന്നിച്ച് ജീവിക്കാൻ വിട്ടിട്ട് പിന്നെ എന്താ കാര്യമുള്ളത്? അവിടെ നിന്നിട്ട് ഇസ്ലാം പറഞ്ഞു, ശരി, അവിടെ നിനക്ക് ത്വലാഖ് ചെല്ലാം, അവിടെ നിനക്ക് അവളെ ത്വലാഖ് പറയാം, ത്വലാഖ് പിരിക്കാം നിനക്കവളെ, അല്ലെ? ആ ഒരു ത്വലാഖ് പിരിക്കുന്നതോടുകൂടി തന്നെ, ആ ത്വലാഖ് സംഭവിക്കുന്നതോടുകൂടി തന്നെ ആ പെണ്ണുമായി കൊണ്ടുള്ള അവന്റെ ബന്ധം തീർന്നു, അല്ലെ? പക്ഷേ ഖുർആൻ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അവളെ പിരിച്ചുവിടുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അവളുടെ ശുദ്ധിയുടെ, ഖുർആൻ പറഞ്ഞതായ 3 ശുദ്ധിയുടെ കാലഘട്ടം തീരുന്നത് വരെ അവളെ തന്റെ വീട്ടിൽ തന്നെ താമസിപ്പിക്കണം, അല്ലെ? ഇദ്ദയുടെ കാലഘട്ടം. അവളെ തലാക്കില്ലേ, ആ തലാഖോടുകൂടി അവർ തമ്മിലുള്ള ബന്ധം പിരിഞ്ഞു. പക്ഷേ അവൾ താമസിക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിലാണ്, ഭർത്താവിന്റെ ചെലവിലാണ്, ഭർത്താവ് നൽകുന്നതായ ഭക്ഷണം കഴിച്ചുകൊണ്ട്, ഭർത്താവിന്റെ ആയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് തന്നെ അവള് ആ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുന്നു ഇദ്ദയുടെ കാലം കഴിയുന്നത് വരെ. എന്നിട്ടോ ആ കാലയളവിനിടയിലെങ്ങാനും ഭർത്താവ് അവൻ തന്റെ ഭാര്യയുമായി, താൻ വിവാഹമോചനം ചെയ്തതായ തന്റെ ഭാര്യയുമായി കൊണ്ട് ഈ 4 മാസക്കാലത്തിനിടക്ക് എപ്പോഴെങ്കിലും ബന്ധപ്പെട്ടാൽ, ശാരീരിക ബന്ധം നടന്നാൽ, ലൈംഗിക ബന്ധം നടന്നു കഴിഞ്ഞാൽ ആ തലാഖ് അസാധുവായി. ഒരു ഉപാധിയില്ലാതെ ഓൾക്ക് ഭാര്യാഭർത്തക്കന്മാരെ തുടർന്ന് ജീവിക്കാം. എത്ര സുന്ദരമായിട്ടാണ് ഇസ്ലാം നൽകുന്നത് നോക്കി നിങ്ങൾ. രണ്ടാൾക്കും ആലോചിക്കാനുള്ളൊരു സമയം കൊടുക്കുകയാണ്. ഇതൊക്കെ ചെയ്തിട്ടും നന്നാവാൻ തയ്യാറില്ലാത്ത രണ്ടാൾക്കും ആലോചിക്കാനുള്ള അവസരം. ഇനിയിപ്പോ ഞങ്ങൾ വേർപിരിയാണ്, വേറെ താമസിക്കുകയാണ്, ഇനി എന്റെ കുട്ടികള് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുട്ടികള്, ഞങ്ങളുടെ കുട്ടികള്, എന്തായിരിക്കും ഭാവി, അല്ലെ? ഇത് ആലോചിക്കുകയാണ്. രണ്ടു കൂട്ടരും വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചത് മുതലുള്ളതായ നാളുകള് മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. ആ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ അവരെല്ലാം മറന്നൊന്ന് ഒന്നായാൽ അതോടെ തീർന്നു ആ ത്വലാഖ്. ഒരു ഉപാധി ഇല്ലാതെ അവർ വീണ്ടും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കും. ഇത്ര മനഃശാസ്ത്രപരമായി കൊണ്ട് വൈവാഹിക ജീവിതത്തിനെ കൈകാര്യം ചെയ്ത വേറെ എന്തൊരു ആദർശ ലോകത്തുള്ളത്, അല്ലെ? ഏതെങ്കിലും ഒരു മനുഷ്യരെ കൊണ്ട് കഴിയോ ഇങ്ങനത്തെ നിയമങ്ങളും രീതികൾ ഉണ്ടാക്കാൻ? ഇല്ല. ഇത് പടച്ച റബ്ബിന്റെ നിയമങ്ങളായതുകൊണ്ടാ, മനുഷ്യപ്രകൃതി അറിയുന്ന തമ്പുരാന നിയമമായതുകൊണ്ടാ അങ്ങനെ അവർ വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാകുന്നു, ഈ രീതിയിലുള്ള സ്റ്റെപ്പുകളൊക്കെ കഴിഞ്ഞു പോകുന്നു. അങ്ങനെ ആ ഭർത്താവ് അവളെ വീണ്ടാമതും വിവാഹമോചനം ചെയ്യുന്നു, വീണ്ടും അവളെ വിവാഹമോചനം ചെയ്യുകയാണ് ആ ഭർത്താവ്, അല്ലെ? ഇതേപോലെ തന്നെ ഇദ്ദയുടെ കാലഘട്ടം കഴിയുന്നത് വരെ അവള് ആ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ താമസിക്കണം. ഇദ്ദയുടെ കാലഘട്ടം കഴിയുന്നതിന് മുൻപ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ളതായ ബന്ധം, അവർ തമ്മിൽ ലൈംഗികപരമായി കൊണ്ടുള്ള ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ
അതോടുകൂടി ആ വിവാഹ മോചനം അഥവാ ത്വലാഖ് അവിടെ വീണ്ടും അസാധുവായി. അവർ വീണ്ടും വിവാഹ ജീവിതം അവർക്ക് രണ്ടുപേർക്കും ഒരു ഉപാധിയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാം. അത് സംബന്ധിച്ചാണ് ഖുർആൻ പറഞ്ഞത് 2 ത്വലാഖ് മർറതാൻ. 2 പ്രാവശ്യമാണ് ആ രീതിയിൽ തിരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ത്വലാഖ് ഉള്ളത്. 2 കഴിഞ്ഞു, 3 വിവാഹങ്ങൾ കഴിഞ്ഞു അല്ലേ? ആദ്യം കല്യാണം കഴിച്ചു, തലാഖ് ചൊല്ലി, വീണ്ടും വിവാഹം, തലാഖ് ചൊല്ലി, വീണ്ടും വിവാഹം, 3 കല്യാണങ്ങളും കഴിഞ്ഞു. എന്നിട്ടും അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ തീരുന്നില്ല. അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല. മാനസികമായി കൊണ്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഇത്ര കാര്യങ്ങൾ കഴിഞ്ഞിട്ടും ആ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാവുന്നത് എങ്കിൽ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞു, ഇത് അവസാനത്തെ ത്വലാഖ, ഇത് അവസാനത്തതാണ്. ഇനി നീ അവളെ തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അവളെ തിരിച്ചെടുക്കാൻ പറ്റൂല. നിന്റെ മാതാക്കളുടെ ഉമ്മയായി, നിന്റെ കുഞ്ഞുങ്ങളുടെ മാതാവായിക്കൊണ്ട്, ഉമ്മയായിക്കൊണ്ട് അവളെ നിനക്ക് ഇനി കിട്ടൂല. ഇത് അവസാനത്തതാ. ഇനി ഒരു 4ാം വിവാഹമല്ല. 4ാം വിവാഹം അവളെ വേറെ ആരെങ്കിലും കഴിക്കണം. അത് കൃത്യമായി കൊണ്ട് പറഞ്ഞു കൊടുത്തു. ഏതൊരു ഭർത്താവും ഏതൊരു ഭാര്യയും ഏറ്റവും അധികം അഡ്ജസ്റ്റ്മെന്റുകൾക്കും ഏറ്റവും തരത്തിലുള്ളതായ വിട്ടുവീഴ്ചകൾക്കും തയ്യാറാവും. ഇതാണ് ഇനി വരാൻ പോകുന്നത് എന്ന് ആലോചിക്കുമ്പോ അവരെങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ആ വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവർ ശ്രമിക്കും. പക്ഷേ അതും നടക്കുന്നില്ല എങ്കിൽ അവിടെ വെച്ച് അവൻ ചെയ്യുന്നതായ ആ ത്വലാഖോടുകൂടി അവരുടെ വിവാഹ ജീവിതം അവസാനിച്ചു. ഇനി അവന് ആ പെണ്ണിനെ തിരിച്ചെടുക്കാൻ പറ്റൂല, ഭാര്യയായി സ്വീകരിക്കാൻ പറ്റൂല, കഴിഞ്ഞു. ഇനി വേറൊരു പുരുഷൻ അവളെ കല്യാണം കഴിച്ച് അവര് ശാരീരികമായി കൊണ്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം, കഴിഞ്ഞതിനു ശേഷം സ്വാഭാവികമായ രീതിയിൽ അവളെ അയാള് ത്വലാഖ് ചെല്ലുകയാണ് എങ്കിൽ അതിന് എത്ര പ്രോസസ് ഉണ്ട്? ഇതേ പ്രോസസ്സൊക്കെ അവിടെ പോകണം. ഒരട്ടം കല്യാണം കഴിച്ചോളായതുകൊണ്ട് ഓൾക്കിഞ്ചിതൊന്നും ബാധകമല്ല എന്നുള്ളതല്ല. ഇവിടെ ഈ പറഞ്ഞ ഈ സ്റ്റെപ്പുകളൊക്കെ അവിടെയും നടക്കണം. എന്നിട്ട് അവിടെ നിന്ന് വിവാഹമോചനം ചെയ്യപ്പെടുകയാണ് എങ്കിൽ മാത്രമേ ഇവന് ഇനി അവളെ കല്യാണം കഴിക്കാനുള്ളതായ അവസരമുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇസ്ലാം നിഷ്കരിച്ചിട്ടുള്ള ഈ നിയമം ഈ ഭാര്യയെയും ഭർത്താവിനെയും പിരിക്കാൻ വേണ്ടിയിട്ടാണോ അതല്ല ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? അവർക്കിടയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണോ അതല്ല അത് വലുതാക്കി കത്തിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ലെ, ആലോചിച്ചാൽ മനസ്സിലാകാവുന്നതാണ്. എങ്ങനെയും വൈവാഹിക ജീവിതം കെട്ടുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വളരെ കൃത്യമായി കൊണ്ട് നിഷ്കർഷിക്കുകയാണ് ഈ മതം. അതിനുവേണ്ടി നിശ്ചയിച്ചിട്ടുള്ളതായ രീതികളാണ് ഈ 3 ത്വലാഖ് എന്നുള്ള മുത്തലാഖ് എന്ന് ഇവര് ഈ തെരുവുകളിൽ ചവച്ചു തുപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്കാക്കി അവര് മാറ്റിയിരിക്കുന്ന വളരെ പവിത്രമായ ഒരു സാങ്കേതിക ശബ്ദം ഇസ്ലാമിലെ. അവിടെ നമ്മൾ അറിയേണ്ടത് ഈ 3 ത്വലാഖുകളും ഒറ്റയടിക്ക് ഒരാൾ പറഞ്ഞാൽ അതിന് സാധൂകരണം ഉണ്ടോ അല്ലേ എന്നുള്ള വിഷയമാണ്. ഇവിടെ നമുക്കറിയാം പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഭിന്നാഭിപ്രായക്കാരാണ്. മദ്ഹബിന്റെ ഇമാമുകളായ ഇമാം ഷാഫിയും ഇമാം മാലിക്കും അടക്കമുള്ളതായ മദ്ഹബിന്റെ ഇമാമുമാരൊക്കെ വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞു, 3 ത്വലാഖും ഒന്നിച്ച് പറയുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. ഹറാമാണെന്ന് അവർ പഠിപ്പിച്ചു, ബിദ്അത്താണെന്ന് അവർ പഠിപ്പിച്ചു. ആ രീതിയിൽ ഒരിക്കലും നിങ്ങൾ തലാഖ് ചെല്ലാൻ പാടില്ല. അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ രീതിയിൽ തലാഖ് ചെല്ലിയതായ ഒരു മനുഷ്യനോട് അള്ളാന്റെ റസൂല് വളരെ കർക്കശമായ ശബ്ദത്തിൽ എണീറ്റ് നിന്നുകൊണ്ട് അയാളോട് പറയുന്നുണ്ട്, ആ തൽഅബു ബി കിതാബില്ല, അള്ളാന്റെ കിതാബ് വെച്ചിട്ടാ കളി? അള്ളാന്റെ ഖുർആൻ കൊണ്ടാണോ കളിക്കുന്നത്? അതും ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുമ്പോ
എന്ന് ശക്തമായി പ്രവാചകൻ തിരുത്തുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും അതിനെ തുടർന്നുള്ളതായ കാലഘട്ടങ്ങളിലുമൊക്കെ ഒരൊറ്റ എത്ര ആ രീതിയിൽ പറഞ്ഞാലും അതൊരൊറ്റ തലാഖായി കൊണ്ട് മാത്രം കാണുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇന്നും ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി തആല പോലെയുള്ളവരായ ആളുകൾ, ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി തആല പോലെയുള്ള ആളുകളൊക്കെ അതൊന്നേ ആവുള്ളൂ എന്ന് കൃത്യമായി കൊണ്ട് പറഞ്ഞു വെച്ചോരാ. എന്നാൽ മദ്ഹബിന്റെ ഇമാമുമാരായ മഹാപണ്ഡിതന്മാര് അവര് അതങ്ങനെ പറഞ്ഞാലും ആ ത്വലാഖ് സാധുവാകും എന്ന് അഭിപ്രായപ്പെട്ടോലുമാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഈ രീതിയിൽ ഇതൊരു പ്രഹസനമാക്കി സ്വീകരിച്ചവരായ ആളുകൾക്ക് ഒരു താക്കീത് എന്നുള്ള നിലക്ക് ഉമർ ഖത്താബ് റളിയല്ലാഹു ആണ് പറയുന്നത്, ഒരൊറ്റ തവണ തന്നെ 3 പറഞ്ഞാലും അത് സാധുവാകും. ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് പറഞ്ഞു വെച്ചതാണ്. ഇവിടെ ആവശ്യം സമൂഹത്തെ എന്താണ് ത്വലാഖ് എന്നും എന്താണ് ത്വലാഖിന്റെ ഘട്ടങ്ങളെന്നും എവിടെയാണ് 3 ത്വലാഖുകൾ വരുന്നതെന്നും സമൂഹത്തിനെ കൃത്യമായി കൊണ്ട് ബോധവൽക്കരിക്കുക എന്നുള്ള ഒരു ഭാരിച്ച ദൗത്യം കൂടെ നമുക്കിവിടെ നിർവഹിക്കാനുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഏക സിവിൽ കോഡ് എന്ന ഈ ഡെമോക്രസിന്റെ വാളിനെതിരെ ഒന്നിച്ച് പ്രതികരിച്ചു കൊണ്ടിരിക്കുമ്പോ മദ്ഹബിന്റെയും മറ്റും വിഷയത്തിലുള്ളതായ അഭിപ്രായ ഭിന്നതകൾക്കൊപ്പം പോകാതെ സമൂഹം ഒറ്റക്കെട്ടായിക്കൊണ്ട് നിൽക്കാൻ തയ്യാറാവണം. അവിടെ മദ്ഹബിന്റെ ഇമാമുകള് ഒറ്റയടിക്കത് പറഞ്ഞ് അത് സാധൂകൃതമാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം, അങ്ങനെ ചെയ്യുന്നത് ഹറാമാണെന്ന് പഠിപ്പിച്ചവരാണവർ, അങ്ങനെ ചെയ്യുന്നത് ബിദ്അത്താണെന്ന് പഠിപ്പിച്ചവരാണവർ. ഒരു നിഷിദ്ധമായ, ഇസ്ലാമിൽ പാടില്ലാത്ത, ഇസ്ലാമിൽ വേണ്ടാത്തതായ, ചെയ്യാൻ നിഷ്കർഷിച്ചിട്ടില്ലാത്ത, ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ ലഭിക്കുന്നതായ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നിങ്ങളായി ചെയ്യുന്നതെന്ന് ഇതേ ഇമാമുമാര് തന്നെ വളരെ കൃത്യമായി കൊണ്ട് ഈ ആളുകളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഈ സമൂഹത്തെ ബോധവൽക്കരിക്കണം. അല്ലാതെ അതിന് അഭിപ്രായ വ്യത്യാസങ്ങളുടെ പിന്നാലെ പോയിക്കൊണ്ട് നമ്മൾ ചിന്നിച്ചിതറപ്പെട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ട് നമ്മളിൽ നിന്ന് തന്നെയുള്ളതായ ചില ആളുകളും മുത്തലാഖെന്നാലും അതങ്ങട്ട് നിരോധിക്കുക, ബാക്കിയുള്ളതൊക്കെ അവിടെ നോട്ടെ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഒരിക്കലും എത്തിച്ചേരാൻ പാടില്ല. അവിടെ ആ രീതിയിൽ സംഭവിക്കുമ്പോ വരാൻ പോകുന്നതായ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഇസ്ലാമികമായിക്കൊണ്ട് അത്തരത്തിലുള്ള വിവാഹമോചനങ്ങൾ കോടതികളിൽ നടത്തപ്പെടുകയും ആ കോടതിക്ക് മുൻപിൽ ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടായിരുന്ന രഹസ്യങ്ങൾ മുഴുവനും ആ കോടതിക്ക് മുമ്പിൽ വിളിച്ചു പറയപ്പെടേണ്ടി വരുന്ന വളരെ ഭീകരമായ ഒരു അവസ്ഥ നമ്മുടെ പെണ്ണുങ്ങൾക്കും നമ്മുടെ സഹോദരിമാർക്കും ഉണ്ടാകുന്നുള്ളതാ അല്ലേ? അവിടെ എന്തുകൊണ്ട് ഞാൻ എന്റെ ഭാര്യ ഒഴിവാക്കുന്നു, ഭർത്താവിനെ ഒഴിവാക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായി കൊണ്ട് ആ കോടതിക്ക് മുമ്പിൽ വിളിച്ചു പറയാൻ നിർബന്ധിതരായി തീരും. വക്കീലന്മാര് നമ്മുടെ സഹോദരിമാരെയും നമ്മുടെ സഹോദരന്മാരെയും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തൊലിയുരിക്കും. അങ്ങനത്തെ ഒരു വിവാഹമോചനം നമുക്ക് വേണ്ട. കാലങ്ങളോളം കോടതി ഫയലുകളിൽ കെട്ടിക്കിടന്നുകൊണ്ട് വിവാഹം എന്നുള്ള മറ്റൊരു വിവാഹം കഴിക്കുക എന്നുള്ളത് പോലും തടയപ്പെട്ടുകൊണ്ട് ഒരുപാട് കാലം കോടതി വരാന്തകളിലൂടെ കടന്നുപോയിക്കൊണ്ട് വിവാഹ ജീവിതം എന്നത് ഒരു വലിയ കടമ്പയായിക്കൊണ്ട് തന്നെ മാറുന്നൊരവസ്ഥ അതിലൂടെ കടന്നു വരും അല്ലേ? അതുകൊണ്ട് ഇസ്ലാം നിഷ്കർഷിക്കുന്ന, നമുക്ക് ഭരണഘടന അനുവദിച്ചിട്ടുള്ളതായ ആ ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട് എന്നുള്ളത് തന്നെയാണ് മുസ്ലിമീങ്ങൾക്കും മറ്റുള്ള മതങ്ങൾക്ക് അവർക്കായിട്ടുള്ളതായ ആക്ടുകൾ അനുസരിച്ചും ജീവിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു പ്രശ്നവും ഉണ്ടാവുന്നില്ല, അതുകൊണ്ട് ആർക്കൊരു പ്രയാസവും സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഒന്നിച്ച് എല്ലാ സമൂഹത്തിന്റെ പക്ഷത്തു നിന്നും, മുസ്ലിങ്ങളിൽ നിന്ന് മാത്രമല്ല മുഴുവൻ ഇന്ത്യൻ പൗരന്മാരൊടുക്കൽ നിന്നും ഇതിനെതിരെയുള്ളതായ ശബ്ദങ്ങളെ ഏകീകരിപ്പിക്കാനുള്ളതായ ശ്രമങ്ങളുമായി കൊണ്ടാണ് നാം മുന്നോട്ട് പോകേണ്ടത്. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൽ മുർസലീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.